വീടിന് മാത്രം എത്ര രൂപ? 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപയ്ക്ക് തീർന്നു. ഓട് നമ്മൾ പഴയ ഓടാണ് എടുത്തത്. 3 രൂപ വെച്ച് ഒരു ഓടിന് കിട്ടി. 3 രൂപ വെച്ച് കിട്ടി. എന്തായാലും പുതിയ ഓടിന് ഏകദേശം 20 രൂപ കൂടുതൽ എന്തോ ചാർജ് 25 രൂപയോളം ഉണ്ട്, വിലയുണ്ട്. ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു വീട് പണിയുവാനായിട്ട് എല്ലാവർക്കും വേണ്ടത് ബഡ്ജറ്റുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നോക്കുന്ന കാര്യങ്ങളിലൊന്ന് തന്നെയായിരിക്കും ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാം, കുറച്ചുകൊണ്ട് ഏറ്റവും സുന്ദരമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് എത്രത്തോളം സൗകര്യങ്ങളെ ഉൾക്കൊള്ളിക്കാമോ അത്രത്തോളം സൗകര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീട് പണിതെടുക്കുക. ഇതെല്ലാവരുടെയും സ്വപ്നമാണ്. അങ്ങനെയുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. സ്റ്റാർട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഞങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ തനി കേരള തനിമയിൽ ഏറ്റവും പുതിയ രീതിയിൽ തന്നെ പണിതീർത്ത എങ്കിൽ വളരെ 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 ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചെടുത്ത ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീട് വിൽക്കുവാനുള്ള ഡീലല്ല, പക്ഷേ ഈ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അല്ലെ പുതിയതായിട്ട് വീട് വെക്കുവാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് എനിക്ക് സൈഡിലായിട്ട് ആ കാണുന്ന വീടാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുവാനുള്ളത്. കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ 1390 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂമുള്ള ഒറ്റ നിലയിൽ പണിതീർത്തിരിക്കുന്ന ഈ വീടാണ് നമുക്ക് പരിചയപ്പെടുവാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാം ഈ ഒരു വീടിൻ്റെ ഡിസൈൻ പക്ക ഒരു തനി കേരള തനിമ ഈ ഒരു ടോട്ടൽ ഈ ഒരു മുൻവശത്തെ ഡിസൈനിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇവിടം തൊട്ട് ഈ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ഇൻ്റർലോക്ക് ബ്രിക്സ് ഇട്ട്, അതായത് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങുന്ന ഈ ഒരു പോർഷൻസിലും അല്ലെ ചുറ്റോട് ചുറ്റുമുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഇൻ്റർലോക്ക് കട്ടകളെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ പാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ നോക്കി നമ്മൾ മുകളിലായിട്ട് ഫുള്ളും ഓടൊക്കെ ഇട്ട് ഭംഗിയാക്കി തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ മുതലേ തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം പഴയ ഓട് വാങ്ങിയിട്ടാണ് കളർ ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടാണ് അതിനെ വൃത്തിയാക്കി ഇങ്ങനെ ആക്കിയിട്ടാണ് ആ ഒരു ചിലവിനെ ചുരുക്കിയിരിക്കുന്നത്. ഓടിൻ്റെ കാര്യത്തിലും പുതിയ ഓട് വാങ്ങിക്കുന്ന ചിലവിനേക്കാൾ ഒരുപാട് ചിലവ് കുറച്ച് എങ്കിൽ നല്ല ഓടുകൾ പഴയത് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു. പിന്നെ നോക്കിയേ ആ ഒരു കേരളത്തിനുമുള്ള 2 കൂരകൾ ചെയ്തിരിക്കുന്നത്, അതിനകത്തായിട്ട് 2 റാന്തൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്, അത് LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആ ഒരു ഡിസൈനും മറ്റുമൊക്കെ ആ വൈറ്റ് കളർ ഡിസൈനും മറ്റുമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒപ്പം തന്നെ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു സാധനമൊക്കെ പക്ക ഒരു കേരളം, എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ പേരറിയില്ല കേട്ടോ, പേരറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. കറക്റ്റ് ഒരു കേരളത്തിനുമുള്ള ഒരു വീടിൻ്റെ ഭംഗി അതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് മൊത്തത്തിൽ ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു ഉൾഭാഗത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വരാന്ത കൊടുത്തിരിക്കുന്നു, ഒരു സിറ്റ് ഔട്ട് മാതിരിയുള്ള വലിയൊരു വരാന്ത. എന്തോരം സ്ഥല സൗകര്യമുള്ളൊരു വരാന്തയാണെന്ന് നോക്കിയേ. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് വീടുകൾ പരിചയപ്പെടുത്താറുണ്ട്, കണ്ടംപററി സ്റ്റൈലിലുള്ള വീടുകൾ, കേരള സ്റ്റൈലിലുള്ള വീടുകളൊക്കെ ഒരുപാട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട് സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പേസൊക്കെ വളരെ കുറച്ചായിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയേ എന്തോരം സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം. ഈ ഒരു വരാന്തയിൽ തന്നെ വലിയ 4 തൂണുകൾ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കോൺക്രീറ്റ് തൂണുകളാണ്. ഈ ഒരു തൂണിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന തൂണാണ്. ഇത് 3 പീസായിട്ടോ മറ്റോ ആണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തൂണ്, ഇതിൻ്റെ ഉൾഭാഗം പൊള്ളയാണ് എന്നാണ് ഇതിന് ഓണർ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടും ഇതിനകത്ത് ചിലവിനെ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിട്രിഫൈഡ് ടൈൽസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കയറുന്ന പടികൾക്ക് മാത്രം ഗ്രാനൈറ്റും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെയും ചിലവിനെ ചുരുക്കിയിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ ഭംഗിക്കൊട്ടും കുറവുമില്ല, കാണുന്ന കാര്യത്തിനും സൗകര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് സീലിംഗ് വർക്ക് നന്നായിട്ട് ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു സിലിക്ക സിൻഡിക്കേറ്റ് ആണ് ഈ ഒരു സീലിംഗ് വർക്കിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ജിപ്സവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അല്ല ഈർപ്പം അധികം പ്രശ്നമാകത്തില്ല ഈ ഒരു മെറ്റീരിയൽ എന്നാണ് ഈ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമല്ല ഈ ഓടായതുകൊണ്ട് തന്നെ കുറച്ച് പ്രാക്ടിക്കാലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ആളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. കൃത്യമായിട്ടും എന്തൊക്കെയായിരിക്കും
വരുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ആളോട് ചോദിക്കുകയും ചെയ്യണം. അപ്പോൾ ഇനി ഇവിടുത്തെ ജനാലകളുടെയും വാതിലിൻ്റെയും കാര്യമൊക്കെ നോക്കാം. അപ്പം ഫുള്ളും തടി മഹാഗണിയും അക്വേഷ്യമാണ്. അതായത് ഇവിടെ ഉപയോഗിച്ചിരുന്ന തടികൾ, അത് ഓണറിനോട് കൃത്യമായിട്ട് ആളോട് സംസാരിക്കുമ്പോൾ ആൾ പറയും കൃത്യം ഇവിടെ തടി എന്ന് തോന്നിയ തടികളൊക്കെ എടുത്ത് മാറ്റിയ സമയത്ത് നല്ല കാതലുള്ള തടികൾ കിട്ടി. അതുകൊണ്ട് ആ തടികളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മെയിൻ ഡോറും അതേപോലെ തന്നെ ഈ ഒരു ജനാലയും മറ്റു കാര്യങ്ങളെല്ലാം തടികളുടെ പണികൾ മുഴുവൻ അതിലാണ് തീർത്തേക്കുന്നത്. മെയിൻ ഡോറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 2 വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഡോറാണ്. അതിനകത്തായിട്ട് ഒരു മണിച്ചിത്ര താഴും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ഡോർ തുറന്ന് നേരെ ഉള്ളിലേക്ക് കയറി നോക്കാം. മെയിൻ ഡോറ് തുറന്ന് നമ്മൾ നേരെ കയറി വരിക നല്ല വലിയൊരു ഹോൾ സ്പേസിലേക്കാണ് കേട്ടോ. ലിവിങ് കം ഡൈനിങ് ഏരിയ. സാധാരണ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ വരുന്നു. ഇവിടെയായിട്ട് ഈ ഒരു ലിവിങ് ഏരിയയിൽ ഈ ഒരു മെയിൻ ഡോറിനോട് ചേർന്നുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കോർണർ സെറ്റി ഒരുക്കിയിരിക്കുന്നു. നോക്കി, ഏകദേശം 5ഓളം പേർക്ക് ഇരിക്കാവുന്ന ഒരു കോർണർ സെറ്റിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ജനാലകൾ കൊടുത്തിരിക്കുന്ന പടികളും മറ്റുമൊക്കെയാണ് RMന്റെ കമ്പികൾ വെച്ചിട്ട് ആ ഒരു ഡയമണ്ട് ആ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. അത് ഇതെല്ലാം പുള്ളിയുടെ തന്നെത്താൻ ഓണായിട്ടുള്ള ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ആ ഒരു ജനൽ പടികളും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫുള്ളൊരു ഷെയ്ഡ് ഇങ്ങനെ പോയിട്ടുണ്ട്. ആ ഷെയ്ഡിൻ്റെ മുകളിലായിട്ടെല്ലാം കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും അതേപോലെ ഷോക്കേസ് ആയിട്ടുള്ള ഐറ്റംസും പിന്നെ ധാരാളം ചിത്രങ്ങളും അതേപോലെ തന്നെ സമ്മാനങ്ങളായിട്ട് കിട്ടിയ ഫലകങ്ങളും ട്രോഫികളും ഒക്കെ അവിടെ വെച്ചിട്ടുമുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗത്തെ മനോഹരമാക്കിയിരിക്കുന്നു. ആ ഒരു കോർണറിലായിട്ട് TV വെക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് TV വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു LED TV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയായിട്ട് ചെറിയൊരു പഴയ സെറ്റിയും ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ വേറൊരു വീടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീടിനെ മാറ്റിയിട്ടാണ് പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു പുതിയ വീടിനെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഫ്ലോറിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ആ ഒരു സിറ്റ് ഔട്ടിൽ കണ്ട അല്ലെങ്കിൽ ആ ഒരു വരാന്ത ഏരിയയിൽ കണ്ട സെയിം കളർ ടൈലുകളിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ആ ഒരു സീലിംഗ് വർക്കിനകത്ത് ഒരുപാട് നിറങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നീല നിറമുണ്ട്, ഓറഞ്ച് നിറമുണ്ട്, മെയിനായിട്ട് വൈറ്റ് കളറാണ് കേട്ടോ. പിന്നെ മൊത്തം വാം കളറിലുള്ള സ്പോട്ട് ലൈറ്റുകളും അതേപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തേക്കുന്നത് നോക്കിയേ. പച്ചയുണ്ട്, നീലയുണ്ട്, ഒരുപാട് നിറങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സിനെ നൽകിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡൈനിങ് ഏരിയ. ഇവിടെ ഇപ്പം 4 പേർ, സത്യം പറഞ്ഞാൽ 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഓവൽ ഷേപ്പിലുള്ള ഡൈനിങ് ടേബിളോട് കൊടുത്തിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ ചെയറും കൊടുത്തിട്ടുണ്ട്. 4 ചെയറേ കൊടുത്തിട്ടുള്ളൂ. ഇനി ആ സൈഡിലായിട്ട് അവിടെയായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന വാഷ് ബേസിൻ, നേരെ മുകളിൽ മിറർ, ഈ ഒരു സൈഡിൽ 2 ജനാലയും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ സീലിംഗ് വർക്കും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഓടിട്ട വീടാണ് എന്നുള്ള കാര്യം ഉള്ളിലേക്ക് കയറുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. പക്ക ഒരു കോൺക്രീറ്റ് ആണ് എന്ന് മാത്രമാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. കയറി വന്നപ്പോഴേ എനിക്കും തോന്നിയതാണ്. എനിക്ക് ആദ്യം ഫീൽ ചെയ്തൊരു കാര്യം അതാണ്, ഇതൊരു ഓടിട്ട വീടാണ് എന്നുള്ള കാര്യം. ഉള്ളിൽ അത് പുറമേ നിന്ന് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാനത് മറന്നുപോയി ഇതൊരു ഓടിട്ട വീടാണ് എന്നുള്ള കാര്യം. അത്രയ്ക്ക് നന്നായിട്ടാണ് ഇതിനെ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചേക്കുന്നത്. ഇനി നമുക്കിവിടെ മൊത്തമുള്ള 5 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഒരു വീടിനകത്ത് മൊത്തമുള്ളത്. നമുക്ക് ആദ്യം ബെഡ്റൂമുകൾ കണ്ടു നോക്കാം. ഈ ഒരു സെറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ ബെഡ്റൂമല്ല, പക്ഷേ ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇതിപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് എന്തെങ്കിലും തുണിയൊക്കെ തേക്കാനുള്ള രീതിയിലൊരു ടേബിളൊക്കെ ഇട്ട് അങ്ങനെ മാത്രം സെറ്റ് ചെയ്തേക്കാണ്. 2 ഭിത്തികളിലും ജനാലകളും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ PVC സീലിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സീൽ ചെയ്ത് ഭംഗിയായിട്ട് ഈ ഒരു ഏരിയയും മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഇനി അതായത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയായിട്ട് ഈ ഒരു TV ഇരിക്കുന്നതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡോറ് വന്ന് നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അതേപോലെ തന്നെ സ്കിൻ ഡോസ് ഒന്നുമല്ല കേട്ടോ, മൊത്തം തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഇവിടുത്തെ മൂത്ത കുട്ടി ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഒരു കട്ടിലിട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് 2 വളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് PVC സീലിംഗ് ആണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുപ്പം രണ്ടാമത്തെ ബെഡ്റൂമിനുണ്ട്. ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. അതാണ് ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. ഈ ഭാഗത്തായിട്ടാണ് ഡോർ കൊടുത്തേക്കുന്നത്. ഈ ഡോർ വന്നാൽ നേരെ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം, അതായത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം നോക്കിക്കേ.
നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെയായിട്ട് ലാസ്റ്റ് പോർഷനിൽ ഇവിടെയായിട്ട് വലിയൊരു കട്ടിൽ കൊടുത്തിരിക്കുന്നു. 2 ഭിത്തികളിലും ജനാല കൊടുത്തേക്ക് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇവിടെയായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ലിവിങ് ഏരിയയിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു സീലിംഗ് വർക്കിനെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വാം കളർ ടോണാണ് ലൈറ്റുകളെല്ലാം. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. PVC ഡോസ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നു. ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് കേട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഒരു ബാത്റൂം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് വരുന്നു. ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് മാറുന്നതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ട് 2 ഡോറുകൾ കൊടുത്തിരിക്കുന്നു. ഈ 2 ഡോറുകൾ തുറന്നാൽ 2 ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും നമ്മൾ ആദ്യം കണ്ട പോലെ ആ ഒരു കുട്ടിയുടെ ബെഡ്റൂം കണ്ട പോലെ ചെറിയൊരു ബെഡ്റൂമാണ്. ഇവിടെയായിട്ടൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഈ വീടിൻ്റെ പഴയൊരു ബാത്റൂം ഉണ്ട്. ഇവിടെ നേരത്തെ നിന്നിരുന്ന വീടിനുള്ള പഴയ ബാത്റൂമിനെ അതേപോലെ നിലനിർത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു അലമാരയും ഒരു കട്ടിലും ഇട്ടിട്ടുണ്ട്. ഇവിടെയും PVC സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഒരു റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇവർ തുണികളും മറ്റ് സാധനങ്ങളും ഒക്കെ വെച്ചേക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂമായിട്ട് അവരിപ്പം യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂമാണ്. ചെറിയ റൂം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം. അടുക്കളയുടെ ഡോറൊക്കെ നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള ഡോർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്യൂട്ടായിട്ട് 2 വശങ്ങളിലേക്ക് ഇങ്ങനെ തുറക്കാവുന്ന ഡോറ് ഞാൻ അടുക്കളയ്ക്ക് അധികം കണ്ടിട്ടില്ല. അപ്പോൾ കൊള്ളാം. ആ ഡോറ് നേരെ അടുക്കളയ്ക്കുള്ളിലേക്ക് വരാം. അടുക്കള നല്ല സ്ഥല സൗകര്യമുണ്ട് കേട്ടോ. അടുക്കളയുടെ ടോപ്പ് നോക്കിയേ സിമ്പിളായിട്ടാണ്. സാധാരണ L ഷേപ്പാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സിമ്പിളായിട്ട് L ഷേപ്പ് അല്ലെങ്കിൽ കൂടി സ്ഥല സൗകര്യമുള്ള രീതിയിൽ ഒരു ടോപ്പ് കൊടുത്തിരിക്കുന്നു. ഗ്രാനൈറ്റാണ് ഫുള്ളും. ഈ പറഞ്ഞ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. അതെല്ലാം തടിയിലായിട്ടാണ്. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്നതാണ്. ഇത് ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നു. ആ ഒരു ഫ്രിഡ്ജിനോട് ചേർന്നുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഷെൽഫും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നോക്കി ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകൾ ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നു. അല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ്, ഓപ്പൺ സ്പേസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കൊടുത്തേക്കുന്നതാണ്. നല്ല രീതിയിൽ ഭംഗിയായിട്ട് ടൈൽ ഒട്ടിച്ച് ആ ഭാഗവും വൃത്തിയാക്കിയിരിക്കുന്നു. അടുക്കളയിലെ മാത്രം ടൈലുകൾ ഒരു വ്യത്യസ്ത നിറം കൊടുത്തിരിക്കുന്നു. ഒരു വുഡൻ ഫ്ലോറിംഗ് തോന്നുന്ന തരത്തിലുള്ള ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ PVC സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അടുക്കളയിൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ വന്നാൽ നമുക്ക് നേരെ വർക്ക് ഏരിയ എന്നോ അല്ലെ സെക്കൻഡ് കിച്ചണോ എന്ന് വിളിക്കാവുന്ന ഒരു ഏരിയയിലേക്ക് വരാം. ഇവിടെയായിട്ട് പുകയില്ലാത്ത അടുപ്പ് നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആവശ്യത്തിന് വെന്റിലേഷൻസും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെയും ഒരു ടോപ്പ് കൊടുത്തിട്ട് അതിനെ നമുക്ക് അവിടെയായിട്ടൊരു സിങ്കും അവിടെയായിട്ട് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗവും PVC സീലിംഗ് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ഇവിടെ 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ഡോറുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് മതിലായിട്ട് വെച്ചിരിക്കുന്ന ഷീറ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം ഇത്രയും ഇവിടെ നോക്കി ഇൻ്റർലോക്ക് ബ്രിക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് വെച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ ആ ഒരു വാട്ടർ ടാങ്ക് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഇത് കൊടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ടാണ് ടാങ്കൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് ചെറിയൊരു അരകല്ലും മറ്റുമൊക്കെ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കാനൊക്കെ ആയിട്ട് അരകല്ലും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ അരച്ച് കഴിക്കുന്ന ആഹാരത്തിനെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടിനും വ്യത്യസ്തമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നൊരു കാര്യം ഈ ഒരു അരകല്ലിൽ അരച്ചെടുക്കുന്ന ചമ്മന്തിക്കും അല്ലെ അതിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഉള്ളവരും ആസ്വദിക്കാം. അപ്പം നമ്മൾ ഈ ഒരു വീട് മുഴുവനായിട്ടും കണ്ടു. ഇനി നമ്മൾ ഈ ഒരു വീടിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലവ് ചുരുക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നും അല്ലെ ഈ ഒരു വീടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ബഡ്ജറ്റ് വിലയിൽ ഈ കണ്ട വീട് പണിത ആൾ, ഇതിൻ്റെ ഓണർ നമ്മുടെ ദത്തൻ ചേട്ടനാണ് അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ചേട്ടനാണ് ഈ പറഞ്ഞ ബഡ്ജറ്റ് വിലയിൽ ഈ ഒരു വീട് തീർത്തത്. അപ്പം നമുക്ക് ബഡ്ജറ്റ് എന്തായെന്ന് ചോദിക്കാം. ആദ്യം തന്നെ 1390 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് എത്ര രൂപ ചിലവായി? മൊത്തം ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും ഒരു 19 ലക്ഷം രൂപ. 19 ലക്ഷം രൂപയോളം മൊത്തത്തിൽ ചിലവായി. വീടിന് മാത്രം എത്ര രൂപയായി? ഒരു സീലിംഗ് വർക്കൊന്നും ഇല്ലാതെ സീലിംഗ് വർക്കിൽ ഒരു 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപയ്ക്ക് തീർന്നു. അപ്പോൾ ഇത് മൊത്തം 5 ബെഡ്റൂമുള്ള വീടാണല്ലേ? ഫുള്ളും ഓടാണ്. ഫുൾ ഓടാണ്.
അപ്പോൾ ഈ ഓടിന്റെ കാര്യത്തിൽ തന്നെ ലാഭം അവിടുന്ന് തൊട്ട് തുടങ്ങിയിട്ടില്ലേ? അതെന്താ തുടങ്ങിയത്? ഓട് നമ്മൾ പഴയ ഓടാണ് എടുത്തത്. 3 രൂപ വെച്ച് ഒരു ഓടിന് കിട്ടി. 3 രൂപ വെച്ച് കിട്ടി. എന്തായാലും പുതിയ ഓടിനെ എനിക്ക് 20 രൂപ കൂടുതൽ എന്തോ ചാർജ് ആണ്. 25 രൂപയോളം ഉണ്ട്, വിലയുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആദ്യത്തെ ലാഭം അവിടെ കൊണ്ടുവന്നു. അത് നേരെ ഒരുപാട് ലാഭം ആയിട്ട് നമുക്ക് 3 രൂപയ്ക്ക് കിട്ടി. അത് കിട്ടി എങ്ങനെ അവിടെ നിന്ന് എടുത്തേ? ചേട്ടൻ തന്നെ? പിന്നെ അവർ വണ്ടിയിൽ ലോഡ് ചെയ്ത് തരും. ഇപ്പം ഞാൻ കൂടെ പോയി, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർ നമ്മൾ തന്നെ ഇറക്കി അത് ക്ലീൻ ചെയ്ത്. ചേട്ടൻ തന്നെ? ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അച്ഛനും അനിയനും കൂടെ സഹായിച്ചായിരുന്നു. 2 ദിവസം കൊണ്ട് 3250 ഓടി ഞങ്ങൾ മൊത്തം ക്ലീൻ ചെയ്തു. പമ്പ് വെച്ച് മറ്റേ ഇപ്പോൾ ജെറ്റ് പമ്പ് വെച്ചിട്ട് അത് വെച്ച് മൊത്തം ക്ലീൻ ചെയ്ത് അടിച്ചു കയറ്റി. ഇത് ഫുള്ളും ഓടെന്ന് പറയുമ്പോൾ സ്ക്വയർ ട്യൂബ്സ് ആണോ ഈ മറ്റേ പട്ടിയിലായിട്ടൊക്കെ ഉപയോഗിച്ചേക്കുന്നത്? കഴുക്കോലും ഒക്കെ ആയിട്ട് ഫുള്ളും സ്ക്വയർ ട്യൂബാണ്. ഫുൾ സ്ക്വയർ ട്യൂബിന്റെ വർക്കാണ് മൊത്തം ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ ഫുള്ളും സീലിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? ഈ ഫുള്ള് സീലിംഗ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ്? ജിപ്സം ബോർഡും പിന്നെ കാൽസ്യം സിലിക്കേറ്റ്. അപ്പോൾ ഈ കാൽസ്യം സിലിക്കേറ്റ് ബോർഡും ജിപ്സം ബോർഡും, അപ്പോൾ ഈ PVC പാനൽ നമ്മൾ ചില റൂമുകളിലൊക്കെ PVC പാനൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് വെള്ളം പ്രശ്നമാവത്തില്ല തോന്നുന്നല്ലേ? കാൽസ്യം സിലിക്കേറ്റിന് വെള്ളം കുഴപ്പമില്ല. ജിപ്സം ബോർഡ് എന്ന് പറയുമ്പോൾ ഈർപ്പ് അടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ശരിയാണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. വർക്കേഴ്സ് അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തത്. പിന്നെ ഈ ഒരു വീട് ചെലവ് കുറച്ച് ചെയ്യുവാനായിട്ട് വേറെ ഏറ്റവും വലിയൊരു മുഖ്യമായ ഒരു കാരണം കൂടെ ഉണ്ട്. മേശിരി അങ്ങനല്ലേ? വാവമേശിരിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ വാവമേശിരി ഇതെങ്ങനെയാണ് സംഭവം? എന്താണ് പുള്ളിയെ പറ്റി പറയാനുള്ള കാര്യം? വാവമേശിരി പറ്റി പറയുമ്പോൾ ആള് നല്ല എനർജറ്റിക് ആണ്. അത് 2 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് പുള്ളി 1 ദിവസം കൊണ്ട് ചെയ്യും. അതായത് രാവിലെ 8 മണി തൊട്ട് 5 മണി വരെയാണ് നോർമൽ തച്ചിൽ പണിയുന്ന ആൾ. 7 മണി വരെ പണിയും. വൈകുന്നേരം 7 മണി വരെ പണിയും. കാരണം പുള്ളി ഒരു ടാർഗറ്റ് ഉണ്ട്. അത് പുള്ളി അത് ചെയ്തിട്ടേ പുള്ളി വീട്ടിൽ പോകുള്ളൂ. ഒരു ദിവസം പുള്ളിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും. അത് ഉണ്ടാവും. അത് ചെയ്യണം എന്നുള്ള പുള്ളിക്ക് നിർബന്ധമാണ്. അത് മൈക്കാട് ഇല്ലെങ്കിൽ പോലും പുള്ളി സ്വയമായിട്ട് സിമെന്റ് കുഴച്ച് മേളിൽ കയറും. ഇറങ്ങി വന്ന് തിരിച്ചു കയറും. എന്നിട്ട് ഒരു കട്ടെടുത്തിട്ട് പുള്ളി കയറും. പുള്ളി ഒരു സമയം വെറുതെ ഇരിക്കത്തില്ല. ആ പുള്ളി ഇത് ലാഭകരമായിട്ട് ചെയ്യാൻ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു 200 രൂപ എക്സ്ട്രാ കൊടുക്കുമായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം 1000 രൂപയാണ് കൂലി എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 200 രൂപ. അതാണ് മൈക്കാടുകാർക്ക് ഒരു 100 രൂപ എക്സ്ട്രാ കൊടുക്കും. അപ്പോൾ അവർ കുറച്ച് നേരം കൂടെ അഡീഷണൽ പണിയെടുക്കും ചെയ്യും. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അവർ 2 മണിക്കൂർ അഡീഷണൽ നിൽക്കുകയും ചെയ്യും. നമുക്ക് ആ 2 മണിക്കൂർ കൊണ്ട് തന്നെ കുറച്ചുകൂടെ പണി പെട്ടെന്ന് തരും. ഒരു 100 ദിവസം ചെയ്യാനുള്ള പണി എനിക്ക് തോന്നുന്നു നമുക്കൊരു 50-60 ദിവസം കൊണ്ട് തീർക്കും. അതൊരു പ്ലസ് പോയിന്റ്. ആ ഒരു ഗുണം എന്തായാലും ആ ഒരു മേശിരിയെ കൊണ്ടിട്ട്. അപ്പോൾ വാവച്ചേട്ടനെ പോലെ നല്ലൊരു മേശിരിയും പിന്നെ ഇതേ കണക്കുള്ള കുറച്ച് നുറുക്കു വിദ്യകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ബഡ്ജറ്റ് വരെ വീട് വെക്കാം. അതേ കണക്ക് പിന്നെ തടിയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ്? തടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീട് വെക്കാൻ വേണ്ടി വീടിന്റെ ഇവിടെ പറമ്പിൽ നിന്ന് കുറെ തടികളൊക്കെ വെട്ടി. നേരത്തെ ഇവിടെ വീട് ഉണ്ടായിരുന്നില്ലേ? നേരത്തെ ഒരു ചെറിയ വീടായിരുന്നു. പൊട്ടി പൊളിഞ്ഞിരുന്നൊരു ഞങ്ങളുടെ ഒരു പഴയ ഒരു തറവാടായിരുന്നു. അതെല്ലാം വെട്ടി. അപ്പോൾ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ആ മരങ്ങളൊക്കെ വെട്ടിയപ്പോഴത്തേക്ക് കാതറുള്ള ഒത്തിരി മരങ്ങൾ കിട്ടി. ഫുള്ള് വർക്ക് നമുക്ക് കിച്ചൺ കബോർഡ് ഫർണിച്ചർ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള തടി ഇപ്പോഴും മിച്ചമുണ്ട്. കട്ടിൽ പണിത് അലമാരകൾ കബോർഡ് ഇതെല്ലാം നമ്മുടെ വീട്ടിലെ തടി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഫുള്ളും തടി. അതുകൊണ്ട് അത്തരത്തിലൊരു വലിയ ലാഭം അവിടെയും കിട്ടി. തടിയുടെ കാര്യത്തിൽ പറമ്പിൽ നിന്ന് തടി ആദ്യം വേസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലേ മുറിച്ചതല്ലേ? വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് മുറിച്ച് കളയാൻ വെച്ച തടി. അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്ന സംഗതി കാതലുണ്ട് എന്നുള്ള കാര്യം. അപ്പം കാതൽ നന്നായി അടിച്ച് നമ്മൾ കട്ടളയും ജനലും വാതിലും ഒക്കെ ആയിട്ടങ്ങ് മാറി അല്ലേ? പിന്നെ നമുക്ക് തന്നെ ഈ ഒരു തൂണും അതേ ഫുൾ കോൺക്രീറ്റ് ആണോ? ഫുൾ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഈ തൂണ് 3 പീസാണ്. ഈ തൂണ് 3 പീസാണ്. ഫുള്ള് 1250 രൂപയാണ് ഈ ഒരു ഹൈറ്റിൽ ഒരു തൂണിന്റെ നമുക്ക് ചെലവായ തുക. ചില തൂണിന് മാത്രം കമ്പി ഇട്ടിട്ട് അതിനകത്ത് കോൺക്രീറ്റ് അതിനകത്ത് വേറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. തൂണിന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അകത്ത് കോൺക്രീറ്റ്. റെഡിമെയ്ഡ് തൂണുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള അവൈലബിൾ ആണ്. അരൂര് ഒരു സ്ഥലത്ത് ഞാൻ എടുത്തത്. ഫിനിഷിങ്ങിലുള്ള നല്ല ക്വാളിറ്റി അവരിവിടെ എത്തിച്ചു തരും. അവരുടെ ഉത്തരവാദിത്തം. നമ്മൾ വണ്ടിയായിട്ട് അവർ കയറ്റി തരത്തില്ല. കാരണം അവരുടെ ഉത്തരവാദിത്തം അവരുടെ വണ്ടിയിൽ. അപ്പൊ ട്രാൻസ്പോർട്ടിങ് കൊടുത്ത അവരുടെ ആൾക്കാർ ഇവിടെ കൊണ്ടുതരും. കടയുടെ പേര് എനിക്ക് അറിയത്തില്ല. നമ്മൾ ചേർത്തലയ്ക്ക് അരൂരിന് ഇടയിലാണ്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ വേറെ നമുക്ക് നോക്കാം. ആളെ തപ്പി കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാം. നല്ല രീതിയിൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറവാണ്. ഫിനിഷിങ്ങുമാണ്. പിന്നെ ടൈൽസും എല്ലാം ഇട്ട് ഇവിടെ ഫുള്ളും ഗ്രാനൈറ്റ് കൊടുക്കാതെ ഈ ഒരു പടികൾക്ക് മാത്രം ഗ്രാനൈറ്റ് കൊടുത്തു. അത് കുറച്ച് ചിലവ് അവിടെയും നമുക്ക് ലാഭിക്കാൻ പറ്റി. പിന്നെ LED ലൈറ്റ്സും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ കാണുന്ന സീലിംഗ് വർക്ക് അത് ഇത്ര നേരത്തെ പറഞ്ഞ ഇവിടെ മക്കൾക്ക് ഇഷ്ടമായോണ്ടാണല്ലേ? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം എനിക്ക് 2 കൊച്ചുകുട്ടികളാണ്. അവർക്ക്
വേണ്ടിയിട്ടാണ് ഈ ലൈറ്റൊക്കെ ഇത്ര കളർഫുൾ ആയിട്ട് രാത്രിയിൽ അവർ ഡാൻസ് ഒക്കെ കളിക്കാൻ ഈ ലൈറ്റ് അതിനകത്തെ റൂമിലൊക്കെ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് ടി വി ഒക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല സൂപ്പർ. ആദ്യമായിട്ടാണ് സീലിംഗ് വർക്കിന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യമൊക്കെ ചെയ്തേക്കുന്നത്. 3 വാട്ട്സിന്റെ ആണ് ഓരോ ബൾബും. അപ്പം അതുകൊണ്ട് വരത്തില്ല. പിന്നെ അതേ കണക്ക് എൻ്റെ ഒരു ചോദ്യം, ഈ ഒരു ഓട് വരുമ്പോൾ ഇതിനകത്തൂടെ എലിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മരപ്പട്ടിയോ ഇതൊക്കെ കയറൂലേ? അതിന് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഓടിട്ടും ഇതുമായിട്ട് വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഈ വെള്ളി നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തവർ തന്നെ മെഷ് വെച്ച് ചെറിയ കണ്ണിയുടെ നെറ്റ് വെച്ചിട്ട് അവർ തന്നെ വെള്ളി ചുറ്റും അടച്ചിരിക്കുക. അപ്പം എലികളും മറ്റ് ഇതിന്റെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തോന്നല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ആ മെഷ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു മെഷ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ എലികളോ ഒഴിവാകാൻ പറ്റും. അതെന്തായാലും നല്ല തന്നെ. അതേപോലെ തന്നെ സാധാരണ രീതിയിൽ നമ്മൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്, ഇപ്പോഴുള്ള പല വീടുകളിലും കാണുന്നില്ല ഇത്രയും ചരിച്ച്, അതായത് വീടിൻ്റെ ഭിത്തിയിൽ നിന്ന് ഒരു കാരണവശാലും വെള്ളം ഭിത്തിയിലേക്ക് പതിക്കില്ല. അത് തീർച്ചയായും വീട് കൂടുതൽ നാൾ ഈട് നിൽക്കാൻ സാധിക്കും. പണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ പഴയ എല്ലാ വീടുകളും ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? നമ്മളുടെ ഒരു കേരളത്തിന്റെ ഒരു വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഇത്തരം വീടുകളായിരുന്നു അനുയോജ്യം. പഴയ ആൾക്കാരുണ്ടല്ലോ വാസ്തു വിധി പ്രകാരം വീട് നിർമ്മിക്കുന്ന എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പഴയ തച്ചന്മാരാണ്. ആ തച്ചന്മാരുടെ ഒരു നിർമ്മാണ സവിശേഷതയാണ് ഇത്തരം വീടുകൾ. പക്ഷെ നമ്മളതൊക്കെ മാറി ഫോറിൻ കൺട്രീസിലേക്ക് വീടൊക്കെ വെച്ച് ഇവിടെ എല്ലാം പൂപ്പലും പായലും പിടിച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ ഇപ്പോഴുള്ള കണ്ടംപററി സ്റ്റൈലിൽ പല വീടുകളിലും പല ഷെയ്ഡുകൾ കൃത്യമായിട്ടും കൊടുക്കാത്തതുകൊണ്ട് തന്നെ വെള്ളം ആ ഭിത്തിയിൽ ഊർന്നിറങ്ങുകയും അത് അവിടെ നിൽക്കുകയും അത് പിന്നീട് പ്രശ്നമാകുകയും ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം 6 മാസം മഴയാണെന്നുണ്ടെങ്കിൽ 6 മാസം നമ്മുടെ നാട്ടിൽ ഒടുക്കത്തെ ചൂടായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥ തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റ് വിലയിൽ ഇപ്പം വീട് വെക്കാൻ നിങ്ങൾക്കെല്ലാം ആഗ്രഹം ഉണ്ടാവും. ഇവരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ, പ്രിയ സബ്സ്ക്രൈബേഴ്സിനെ, വ്യൂവേഴ്സിനെ ചേട്ടൻ സഹായിക്കൂ. തീർച്ചയായും അവർ വിളിച്ചു കഴിഞ്ഞാൽ സഹായിച്ചു. ഇതിന്റെ പ്ലാനൊക്കെ വേണമെന്ന് പറയാണ്. ചേട്ടനൊന്ന് സഹായിക്കാൻ പറ്റുമോ? സഹായിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ വിളിച്ചേച്ചാൽ മതി. ദത്തൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആളെ വിളിക്കാം എന്ന് പറഞ്ഞ് എപ്പോഴും ശല്യം ചെയ്യരുത്. വിളിക്കുന്നതിനൊരു സമയമൊക്കെ കൊടുക്കണം. രാവിലെ 9 മണി വൈകുന്നേരം പറ്റുമെങ്കിൽ 5 മണിയൊക്കെ കൊടുക്കാവുള്ളൂ. വൈകുന്നേരം ആൾക്കൊരു ഫാമിലി ടൈമൊക്കെ ഉള്ള ആളാണ്. പിന്നെ ചേട്ടൻ്റെ വർക്ക്, ചേട്ടൻ തൊട്ടടുത്ത് തന്നെ അത് വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയായിട്ടാണ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ ആളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടാക്കുകയാണ് അല്ലേ? അപ്പോൾ ഫ്രീസേഴ്സ് മാനുഫാക്ചർ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീം കമ്പനികൾക്കൊക്കെ അല്ലെങ്കിൽ ഈ നമ്മൾ ചില ഷോപ്പുകളിലൊക്കെ ഫ്രീസേഴ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഫ്രീസേഴ്സ്, പിന്നെ ഹോട്ടലുകൾക്ക് ഡെഡ് ബോഡി ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ വെക്കുന്ന വലിയ ഫ്രീസേഴ്സിൻ്റെ ഇതെല്ലാം ചെയ്യും. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വക കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും നമ്മുടെ ദത്തൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെഫ്രിജറേറ്റർ നല്ല വിലക്കുറവിൽ ചെയ്ത് ഗ്യാരണ്ടി ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? പിന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. അപ്പം അതെല്ലാം ചേട്ടൻ ചെയ്തു തരും. അപ്പോൾ ഈ ഒരു വീടിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും അറിയാൻ ദത്തൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലാൻ സഹിതം നമുക്ക് കാണാം, ചോദിക്കാം, ആളെ തരാൻ വില്ലിങ് ആണ്. നിങ്ങൾ നേരെ ആളെ വിളിച്ചോളൂ. ഞാൻ പറഞ്ഞ കണക്ക് രാത്രിയിലൊന്നും വിളിച്ച ആളെ ശല്യം ചെയ്യരുത് ദയവായിട്ട്. അപ്പോൾ ചെയ്യൂലേ? തീർച്ചയായും. അപ്പം നമ്മളുടെ വീഡിയോസ് ഇതേപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് നല്ല വീഡിയോസ് കാണുവാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. ദത്തൻ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമാണ് ഇതേപോലുള്ള നല്ല വീഡിയോസ് ഇട്ട ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.